ശ്രീനിവാസൻ നല്ല ഓർമ്മകൾ മാത്രം നൽകുന്ന ഒരു സുഹൃത്തും ഒരു സഹോദരനും ഒരു കലാകാരനുമാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് ഓടരുതമ്മാവ ആളറിയ എന്ന പ്രിയദർശന്റെ സിനിമ. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ വരും. അവിടെ വന്നു അമൃത ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വന്നപ്പോൾ തന്നെ അഭിനയിക്കാനാണ് വന്നത്. പക്ഷേ അന്ന് ശ്രീനിവാസനെ ഞാൻ ആരാധനയോടെ കാണുന്നുണ്ട്. കാരണം ഞാൻ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മണിമുഴക്കം പോലുള്ള സിനിമകൾ ചില ഫെസ്റ്റിവലിലും ടാഗൂറിലൊക്കെ നടക്കുന്ന ചില പരിപാടികൾ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രീനിവാസനെ പറ്റി കരുതിയിരുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. കാരണം അഭിനയിക്കുന്നതെല്ലാം വളരെ ആർട്ട് പടങ്ങളാണ്. അന്നത്തെ കാലത്ത് മണിമുഴക്കം എന്ന് പറയുന്ന ഒരു വേറൊരു വ്യത്യസ്തമായ സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകളിൽ അരവിന്ദൻ്റെ KG ജോർജ് സാറിൻ്റെ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുന്ന കണ്ടിട്ട് സീരിയസ് ആയിട്ടുള്ള ആളായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. പ്രിയദർശനും സുരേഷ് കുമാറാണ് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഓടരുതമ്മാവ ആളറിയ എന്ന സിനിമ പ്രിയദർശൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് കഥയുണ്ട് പ്രിയദർശൻ്റെ കയ്യിൽ, പക്ഷെ തിരക്കഥയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം തന്നെ പറയാറുണ്ട്, പ്രിയദർശൻ തിരക്കഥ എഴുതാമെങ്കിൽ തനിക്ക് അഭിനയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസനെ വിളിച്ചുകൊണ്ട് വന്ന് തിരക്കഥ എഴുതാൻ ഇരുത്തി. അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാനും സിനിമയിലൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തെ എല്ലാവരും ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഇദ്ദേഹം റൂമിൽ തന്നെ ഇരുന്ന് എഴുത്താണ്. അപ്പോൾ ഒന്നുമില്ല, ഒരു മുണ്ട് മാത്രം കൊടുക്കും, എന്നിട്ട് ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കും, എന്ത് എഴുതണം. അപ്പോൾ എന്നോട് പറയും പിന്നെ അദ്ദേഹം പറയുന്നത് ഈ സിനിമയുടെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടുണ്ട്. അപ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടാലേ എനിക്ക് എഴുത്ത് വരുത്തുള്ളൂ എന്നായി. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഷൂട്ടിംഗ് തുടങ്ങി. അവിടെ ഷൂട്ടിങ്ങിന് രാവിലെ എല്ലാവരും പോയിട്ട് അവിടെ നിന്നൊരു കാറ് താഴെ വന്ന് കിടക്കും. സീൻ എഴുതി കൊടുത്തിട്ട് വേണം അടുത്ത സീൻ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പ്രിയദർശൻ്റെ ബോയിങ് അദ്ദേഹം എഴുതി. അതുപോലെ എല്ലാ സിനിമയും ഇങ്ങനെയാണ്, സ്ക്രിപ്റ്റൊന്നും ഉണ്ടാവില്ല. അവിടെ വന്നു കഴിയുമ്പോൾ ശ്രീനിവാസൻ അഭിനയിക്കാൻ വരും, കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ശ്രീനിവാസൻ എഴുതും, അങ്ങനെയാണ്. പക്ഷേ മലയാള സിനിമയിൽ ശ്രീനിവാസനെ പോലെ സറ്റയർ എഴുതിയ ഒരു സംവിധായകൻ എഴുത്തുകാരനുമില്ല. അത് സന്ദേശം എന്നുള്ള സിനിമയായാലും വരവേൽപ്പ് എന്നുള്ള സിനിമയായാലും കേരളത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ പരിച്ഛേദം ഇതുപോലെ അവതരിപ്പിക്കാൻ കഴിഞ്ഞൊരു സംവിധായകൻ. എനിക്ക് ആരാധനയുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എഴുതിയ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള വളരെ രസകരമായ ഒരു സൗഹൃദമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഏതൊരു വിഷയത്തെക്കുറിച്ചും ഈ മരിക്കുന്ന കാലം വരെയും അടുത്ത കാലം വരെയും അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ ചില തമാശകൾ വളരെ സരസമായിട്ട് വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ വളരെ സരസമായിട്ട് പറഞ്ഞിട്ട് നമ്മളോടൊപ്പം അദ്ദേഹം തന്നെ പൊട്ടിച്ചിരിക്കും. അതാണ് ശ്രീനിവാസൻ. കാരണം ചിരിക്കാൻ എല്ലാത്തിനെയും ഒരു നർമ്മത്തിലൂടെ കാണാനുള്ളൊരു മനസ്സ്. നമ്മൾ വിമർശനങ്ങളൊക്കെ നമുക്ക് എന്നും മലയാള സിനിമയിൽ എന്നും നിൽക്കുന്ന പൊളിറ്റിക്കൽ മൂവിയാണ് സന്ദേശം. ഇന്നും അതിൽ മാറ്റമില്ല. അതിൽ UDF കാണാം, LDF കാണാം, അന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ഒരു NDAയും കാണാം ആ സിനിമയിൽ. കാരണം മൂന്നാമതൊരു സാധനം ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്, രണ്ട് കക്ഷികളല്ലാതെ എന്നുള്ള ഈ ഒരു തമാശ അന്ന് ശ്രീനിവാസൻ മുന്നിട്ട് കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മുടെ നാടിനെക്കുറിച്ചുള്ള സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. സമരങ്ങൾ, അതിലെ തമാശകൾ, പിന്നെ രാഷ്ട്രീയം അറിയാത്ത അച്ഛനമ്മമാർ അവരുമുണ്ട് ഈ സിനിമയിൽ. സന്ദേശം സിനിമയിൽ രാഷ്ട്രീയം എന്തെന്നറിയാത്ത അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛൻ റെയിൽവേയിൽ നിന്ന് മടങ്ങിയ തിലകചേട്ടൻ്റെ കാരണമുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയം, ഇന്ത്യയിലെ രാഷ്ട്രീയം അറിയത്തില്ല, തൊഴിൽ മാത്രം ചെയ്ത ജോലി മാത്രം അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ സമൂഹത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും കണ്ടെത്തുന്നു. അത് വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമ, നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന കഥാപാത്രം വടക്ക് നോക്കി യന്ത്രം. അതിലൊരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ ഇത്ര മനോഹരമായി, ഇത്ര രസകരമായി നമ്മൾ തന്നെ പലപ്പോഴും ഈ വടക്ക് നോക്കി യന്ത്രത്തിലെ ദിനേശനായിട്ട് മാറാറുണ്ട്. നമ്മുടെ മനസ്സിൽ തന്നെ പലപ്പോഴും എല്ലാവർക്കും തോന്നാതെ അതെന്തൊരു മനുഷ്യൻ്റെ മനസ്സിനെ ഇതുപോലെ അപഗ്രഥിക്കാനും അതിനെ സരസമായി അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു എഴുത്തുകാരൻ, ഒരു ഫിലിം മേക്കർ മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ്. ശ്രീനിവാസൻ്റെ ഓരോ കഥാപാത്രങ്ങൾ, ഇപ്പം സന്ദേശത്തിലെ ശങ്കരാടിച്ചേട്ടൻ്റെ ക്യാരക്ടർ നമ്മളിപ്പോഴും പറയാറുണ്ട്. അതിൽ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അല്ല നമ്മളെന്താ തോറ്റേ അത് പറയൂ എന്ന് നേതാവിനോട് ചോദിക്കുന്ന ബോബി കുട്ടാഗ്രയുടെ കഥാപാത്രം, ആ ഒരു അന്തർധാര, ഇതൊക്കെ ശ്രീനിവാസൻ്റെ മനസ്സിൽ അല്ലാതെ മറ്റൊരാളുടെ മനസ്സിൽ ഉദിച്ചില്ല. ഇപ്പോൾ മറ്റു രാഷ്ട്രീയ സിനിമകൾ എഴുതിയവരൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല സിനിമകളാണ്. പക്ഷേ ലൈവായിട്ട് അതിൻ്റെ കാര്യം എന്താ പറയുക, ഈ പറയുന്നതെല്ലാം സത്യമായതുകൊണ്ടാണ്. ഇപ്പം രഞ്ജി പണിക്കർ നല്ല രാഷ്ട്രീയ സിനിമകൾ എഴുതിയാണ്, അതൊക്കെ അന്നത്തെ കാലത്ത് വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച രാഷ്ട്രീയ സിനിമകളാണ്. പക്ഷേ ആ സിനിമയല്ല. ശ്രീനിവാസൻ്റെ സന്ദേശം എന്ന സിനിമ വളരെ ലളിതമാണ്, വരവേൽപ്പ് എന്ന സിനിമ വളരെ ലളിതമാണ്. പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞ കഥ ഇന്നുമുണ്ട്. അന്ന് ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് വലിയൊരു ഒരു എഴുത്തുകാരൻ്റെ വലിയൊരു മനസ്സിൻ്റെ ഒരു കഴിവും ആഴവും വ്യക്തമാക്കണം. മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് ശ്രീനിവാസൻ്റെ
ആരോഗ്യമില്ലായ്മ തന്നെ വലിയൊരു നഷ്ടമായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സത്യനന്ദിക്കാടുമായി ചേർന്നുള്ള സിനിമകൾ, നമ്മൾ ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്, ദുബായ് ആണെന്ന് പറഞ്ഞ് മാമുക്കോയ ഇവരെ രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന് മദ്രാസിൽ വിടും. അറബി അറബിയോട് പറയാൻ അറബി പഠിപ്പിക്കുക, 2 വാക്ക് അറബി പഠിപ്പിക്കുക. ഇതൊക്കെ ഇത്രയും ഹ്യൂമറസ് ആയിട്ട് കാണുന്ന ആളല്ലേ അത് പറയാം, എഴുതാനൊക്കൂ? അങ്ങനെ ഒരു കാര്യം എഴുതാൻ പറ്റൂ? സഖാവ് എന്താ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ തൻ്റെ കാര്യമല്ലേ സംസാരിക്കുന്നത് എന്നുള്ള മറുപടി ശങ്കരാടിച്ചാറിൻ്റെ. അപ്പോൾ കല്യാണം നമുക്ക് അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ സഖാവ് കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് തൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, നമ്മളെ കാര്യമല്ലല്ലോ എന്ന് പറയുന്ന അത്തരം തമാശകൾ വളരെ രസകരമാണ്. ഇന്നസെൻ്റ് വരുന്നതും നാരിയൽ കാ പാനിയെക്കുറിച്ച് പറയുന്നതും അതിനെപ്പറ്റിയുള്ള അർത്ഥവ്യാഖ്യാനങ്ങളൊക്കെ വേറൊരു എഴുത്തുകാരനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം മനസ്സിൽ ഒരു ലാളിത്യം കൊണ്ട് നടക്കുന്നതാണ് അദ്ദേഹം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തൻ്റെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ലളിതമായി ജീവിച്ചു എന്നുള്ള ശരിക്കും അതാണ് ആ വാക്ക്. കാരണം കഥാപാത്രങ്ങൾ സാധാരണക്കാരാണ്. ശ്രീനിവാസൻ എത്ര വലിയ സ്റ്റാർ ആയിരിക്കുമ്പോഴും, എത്ര മാർക്കറ്റുള്ള ഒരു ടെക്നീഷ്യനും ഡയറക്ടറും ആക്ടറുമായിട്ടിരിക്കുമ്പോഴും ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു സാധാരണ തലശ്ശേരിക്കാരൻ്റെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ നമ്മളിൽ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു താരമായി ഒരിക്കലും അദ്ദേഹം മാറിയിട്ടില്ല. താരങ്ങളുടെ താരമായിരുന്നു ശ്രീനിവാസൻ, പക്ഷേ താരങ്ങളെക്കാൾ വലിയ താരം. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു താരമായിട്ടില്ല. സാധാരണക്കാരനായി ജീവിച്ചു. സാധാരണക്കാരുടെ തമാശകളും സാധാരണക്കാരുടെ ചിന്താഗതികളും ഒക്കെ കണ്ടു. അതാണ് ശ്രീനിവാസന്റെ പ്രത്യേകത. വലിയൊരു നഷ്ടമാണ് മലയാള സിനിമയ്ക്ക്. അദ്ദേഹത്തിന് ഇപ്പോൾ കുറേ നാളായിട്ട് അദ്ദേഹം സിനിമകളൊന്നും എഴുതുന്നില്ല. അത് തന്നെ ഒരു നഷ്ടമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തിപരമായൊരു നഷ്ടം. മരിച്ചു എന്നുള്ളത് വ്യക്തിപരമായ വലിയൊരു നഷ്ടമാണ്. ഒരു നല്ല സഹോദരൻ, ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി മലയാള സിനിമയ്ക്ക് അദ്ദേഹം എഴുത്തും അഭിനയമൊക്കെ കുറച്ചത് തന്നെ അന്നോട്ട് തന്നെ ഒരു നഷ്ടമാണ്. കാരണം അത് നമ്മൾ നാടോടിക്കാറ്റ് പോലുള്ള സിനിമകൾ, അത് കഴിയുമ്പോൾ അതിൻ്റെ 2ാം ഭാഗം, ഇതൊക്കെ രസകരമാണ്. ഈ അറബി വേഷമൊക്കെ നമ്മൾ സാധാരണ കണ്ടാലും ഒരു തമാശയായിട്ട് തോന്നുമെങ്കിൽ ഇന്ന് നമ്മളതെല്ലാം എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ കഥ, ഈ നമ്മുടെ വെള്ളാനകളുടെ നാട്, അതിൽ പപ്പുവേട്ടൻ്റെ സംഭാഷണമുണ്ട്. അതുപോലെ ടി.പി. ബാലഗോപാലൻ എം.എ. ഒരു സാധാരണക്കാരന് വീട് വയ്ക്കാനുള്ള സ്വപ്നം, ഒരു പടമൊക്കെ വരച്ച് അതിനുവേണ്ടി ഒരു സ്ഥലവും വാങ്ങിച്ചിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരൻ. അതിൽ കുതിരോട്ടം പപ്പുവിൻ്റെ കഥാപാത്രങ്ങൾ, അമ്മൂമ്മയ്ക്ക് വേണ്ടി നേർച്ച നേരുന്ന അമ്മൂമ്മ എന്ന് പറഞ്ഞ് 2 നേർച്ച നേരും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അമ്മൂമ്മമാരുണ്ട്. അമ്മൂമ്മ ഒന്ന് പറഞ്ഞ് 2 എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞൊരു നേർച്ച തന്നു. നേർച്ചയ്ക്ക് കൊടുക്കാനുള്ള പൈസ ഈ പാവപ്പെട്ട ബാലഗോപാലിൻ്റെ ഇല്ല. അപ്പം അതൊക്കെ സമൂഹത്തിലെ അത്തരം കാഴ്ചകൾ കാണാൻ, അത് പകർത്താൻ, നമുക്ക് പകർന്നു തരാൻ ശ്രീനിവാസനല്ലാതെ മറ്റൊരു ഫിലിം മേക്കർ ഇല്ല, ഒരു എഴുത്തുകാരനില്ല. എഴുത്തുകാർ പലരും അങ്ങനെ പറയാം, പക്ഷേ ശ്രീനിവാസനെ പോലെ ഫിലിം മേക്കർ ഇല്ല. സത്യങ്ങൾ തുറന്നു പറയാൻ മനസ്സുള്ള, ധൈര്യമുള്ള ഒരു ഫിലിം മേക്കർ. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു ജാടകളും അദ്ദേഹത്തിനില്ല. ഈ പറയുന്ന സമൂഹത്തിൽ ഇപ്പോൾ ആളാകാൻ വേണ്ടിയിട്ട് ചില വേലകളുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ദുഷിപ്പ് പറഞ്ഞുമൊക്കെ, അങ്ങനെയുള്ള ഒരു കാര്യമില്ല. തമാശ അത് എത്ര വലിയ സ്റ്റാറാണെങ്കിലും, അത് മമ്മൂട്ടിയെക്കുറിച്ചായാലും മോഹൻലാലിനെ കുറിച്ചായാലും, അദ്ദേഹം ഏത് പൊതുസ്ഥലത്തും അടിച്ചു വിടും. അതിനൊന്നും വേണ്ടി അത് കേൾക്കുന്നവർക്ക് ഒരു വിഷമവുമില്ല. നമ്മളെ കളിയാക്കിയില്ലോ എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാവില്ല. അത്ര സ്നേഹത്തോടെയാണ് എല്ലാവരോടും ഇടപെട്ടത്. നല്ലൊരു ഫിലിം മേക്കറും നല്ലൊരു എഴുത്തുകാരനും നല്ലൊരു ഒബ്സർവേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലുകൾ വളരെ ഷാർപ്പായിട്ടുള്ള വിലയിരുത്തലുകൾ അതൊന്നും അദ്ദേഹം എടുത്തു വെച്ച് നാട്ടുകാരെ മുമ്പിൽ അവതരിപ്പിക്കില്ല. തൻ്റെ കഥയിലൂടെ, തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ചില സാമൂഹിക വിമർശനങ്ങളും സാമൂഹികമായ ആരെയും അധിക്ഷേപിച്ച് പറയുന്ന ഒരു ഡയലോഗ് അദ്ദേഹത്തിന് സിനിമയിൽ ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഷാർപ്പായിട്ട് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾക്കത് ഹൃദയത്തിൽ തട്ടുന്ന തമാശകൾ. ഇത് ഇന്ന ആളെക്കുറിച്ചാണോ, ഇത് എന്നെക്കുറിച്ച് തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തും കാര്യങ്ങളും വലിയൊരു നഷ്ടമാണ്. കാരണം അതെ, അല്ല അതിലൊക്കെ പുള്ളി തല്ലുകൊള്ളുന്ന ആളായിട്ടും പിന്നെ കരിവാരി തേച്ച് വരുന്ന പിന്നെ കള്ളനായിട്ട് വേഷം മാറി വരികയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ. അതിൽ ഏറ്റവും രസകരമായ മോഹൻലാൽ വീട്ടിൽ വരും, ശല്യമാണ്, ബുദ്ധിമുട്ടാണെന്ന് സഹോദരിയും അമ്മയും വിളിച്ചിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് ഒരു യാത്ര പോകും രാത്രിയാകുമ്പോൾ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ചിന്തയാണ്. അതൊന്നും ഒരു എക്സാഗ്രേഷൻ അല്ല, അതൊരു സാധാരണക്കാരൻ്റെ ചിന്ത. ഇയാളെ പോറ്റാനുള്ള ശേഷി തനിക്കില്ലാത്തത് കൊണ്ട് ഒറ്റ മുങ്ങുകയാണ്. മൊത്തം ഫാമിലിയും വിളിച്ച് എന്താ കാര്യം എന്ന് പോലും പറയാതെ വണ്ടി പെട്ടിയെടുത്ത് പോവുകയാണ്, ടൂർ പോവുകയാണ് അപ്പം തന്നെ. അപ്പോൾ ഇതൊക്കെ വളരെ രസകരമായ സംഭവമാണ്. ഈ റേഡിയോ, നാടോടിക്കാറ്റിൽ റേഡിയോ എടുത്തുകൊണ്ട് ബോംബ് എടുത്തുകൊണ്ട് വിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ, വളരെ രസകരമായിട്ട് നമുക്കൊരു
അഭിനയമാണെന്ന് തോന്നാത്ത, ഒരു എഴുതിയുണ്ടാക്കിയ ഒരു രംഗമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള, പിന്നെ തളത്തിൽ ദിനേശനെ പോലുള്ള കഥാപാത്രം അവതരിപ്പിക്കാൻ പിന്നെ സ്വയം പരിഹാസനാവുകയാണ്, അല്ല മറ്റൊരു നടനെ ഉപയോഗിച്ച് ഒരു തമാശ കാണിക്കുകയല്ല. അതൊക്കെ വളരെ വിസ്മയകരമായ എഴുത്തുകാരൻ. നമുക്ക് വാക്കുകളിലൂടെ അല്ല അത് നമ്മൾ കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ശ്രീനിവാസനെ ഓർത്ത് അഭിമാനം കൊള്ളുകയും ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. അതെ അതെ, എല്ലാം അത് അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമായിരുന്നു, ഇപ്പോഴും തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.